Hi friends, welcome to Royal Cookery. സാധാരണ നമ്മൾ കേസരി ഉണ്ടാക്കുന്നത് റവ ഉപയോഗിച്ചിട്ടല്ലേ. ഇന്ന് ഞാൻ പൈനാപ്പിൾ റവ കേസരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. സാധാരണ റവ കേസരിയേക്കാളിലൊക്കെ സൂപ്പർ ടേസ്റ്റാണ് ഇതിന് കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് റോയൽ കുക്കറി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി പാനിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ കാഷ്യൂനട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് കോരിയ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പൈനാപ്പിൾ ചോപ്പ് ചെയ്തത് ഇടുകയാണ്. ഈ നെയ്യിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ ഇതിനൊരു കളറിന് വേണ്ടിയാണ്. നമ്മുടെ മറ്റേ കളറുകളൊന്നും ഉപയോഗിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. ഈ പൈനാപ്പിൾ ഈ നെയ്യിൽ കിടന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടണം. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഏത് കപ്പിനാണോ നമ്മൾ റവ എടുക്കുന്നത് അതേ കപ്പിന് വേണം ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 1 കപ്പ് റവ, 1 കപ്പ് പൈനാപ്പിൾ. ഇനി അതിനനുസരിച്ച് അതേ കപ്പിൽ വേണം ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ എടുക്കേണ്ടത്. പൈനാപ്പിൾ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പകുതി ഭാഗം ഞാൻ ഇവിടെ നിന്ന് മാറ്റിയെടുക്കുകയാണ്. എന്നിട്ട് ഇത് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/4 കപ്പ് പാല്. നമുക്ക് പാല് മാത്രമായിട്ട് 1/4 കപ്പ് എടുക്കാം, അല്ലെങ്കിൽ 1 കപ്പ് പാലും 1/4 കപ്പ് വെള്ളവുമായിട്ട് വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് ഇനി 1/4 കപ്പ് പഞ്ചസാര. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ പഞ്ചസാര ഈ പാലിനകത്തിലൊന്ന് മിക്സ് ചെയ്ത് വരണം. അതുപോലെ തന്നെ ഈ പാലൊന്ന് തിളച്ചും കൂടി വരണം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിക്സിയിൽ അടിച്ചു വെച്ച പൈനാപ്പിളും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സ്റ്റൗ നമ്മൾ വളരെ തീ കുറച്ച് വെച്ചിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന റവ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും ഞാൻ 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്.
ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കും. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് നിർത്തിയേക്കാം. ഇനി ഇതിനെ നമുക്കൊരു നെയ്യ് തടവിയ പാത്രത്തിലേക്ക് മാറ്റണം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ റവ കേസരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇടുന്ന കമൻറ്റുകളാണ് പുതിയ പുതിയ വീഡിയോ ചെയ്യാനായിട്ട് നമുക്കുള്ള പ്രചോദനം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.